ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു സംഭവം നടന്നു കഴിയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ പല കഥകളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇഷ്യൂവിൻ്റെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണവും അത് എന്താണെന്ന് പറയാനാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നാളെ ഒരു 3 പേര് 3 കഥയായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ല, ഇപ്പോഴും പലരും പല കഥകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് പോകാനാണ് ഞാൻ വന്നത്. ഞാൻ NGRPക്കെതിരെ ഇട്ട വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. ഇതൊക്കെ കേട്ട് കുറേ നാളായപ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറണമെന്ന് തോന്നി. എന്നാൽ എനിക്കിങ്ങനൊരു മൈൻഡ് വരാനുള്ള കാരണം തന്നെ പലരും എന്നോട് വന്നാണ് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നത്. കാരണം എന്നോടുള്ള ട്രസ്റ്റ് കാരണമായിരിക്കാം. പിന്നെ അങ്ങോട്ടാണ് എനിക്ക് കളിക്കാനായിട്ട് മടുപ്പ് തോന്നി തുടങ്ങിയത്. എന്നാൽ ഞാൻ ആ വീഡിയോ ഇടാൻ തന്നെ കാരണമായത് ഞാനൊരു കാര്യം അറിഞ്ഞുകൊണ്ടാണ്. ഇതൊരു സ്ഥലത്തും പറഞ്ഞ് റോൾ അടിക്കാനായിട്ട് എനിക്കൊരു താല്പര്യവും ഇല്ലായിരുന്നു. അതാണ് ആരും അറിയാണ്ട് പോയത്. എന്നാൽ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ VCയെ വിളിപ്പിച്ച് കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അവൻ്റെ ഒരു ഫ്രണ്ട്, നെയിം പറയുന്നില്ല, ഈ അടുത്ത് 8K അടുത്ത് സാമ്പിന് വേണ്ടി ചിലവഴിച്ച് അവൻ്റെ വീട്ടിലറിഞ്ഞ് വലിയൊരു സീനായി. ഒടുവിൽ അവൻ സൂയിസൈഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. ഈ പറയുന്ന ആ പയ്യൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സാമ്പിന്റെ ഗതി ഇതൊന്നും ആയിരിക്കില്ല. ഇതൊക്കെ എന്നോട് വന്ന് പറയുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് എന്നോട് ഉള്ളൊരു വിശ്വാസമൊക്കെ കാരണമാണ്. അന്ന് തൊട്ട് സാമ്പി കയറാൻ ഭയങ്കര മടിയാണ്. ശരിക്കും ഞാൻ എല്ലാം വാച്ച് ചെയ്തു തുടങ്ങി. പറഞ്ഞ പോലെ ഓരോ 1 അവർ കൂടുമ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ പയ്യൻ അങ്ങനെ ചിന്തിക്കണേൽ, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ ക്യാഷ് മൂലം ഉണ്ടായ പ്രശ്നം അതിന് വേറെ ആരുടെയും വീട്ടിൽ നടക്കരുതെന്ന് എനിക്ക് തോന്നി. പതിയെ ഞാൻ NGRPയിലുള്ള ആൾക്കാർക്ക് ഒരു വാർണിംഗ് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ വരാനിരിക്കുന്നു എന്ന സൂചന. എൻ്റെ ക്യാരക്ടർ ചേഞ്ച് അവർ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ കളിക്കുന്നത് മൂലം ഒരു 10 പേരെങ്കിലും സ്റ്റിൽ സാമ്പ് കളിക്കുമെന്ന് മനസ്സിലാക്കി കയ്യിലെ വണ്ടിയും കിണ്ടിയൊക്കെ കാണുന്നവർക്ക് കൊടുത്ത് ഞാൻ അങ്ങ് ഇറങ്ങി. ആൻഡ് എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് RP വീഡിയോ എന്ന ടൈറ്റിൽ അവരെ അപ്സെറ്റ് ആക്കി. പലരും എന്നെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാരെ ഞാൻ ഇതൊക്കെ അറിയിച്ചു. കുറച്ച് വൈകിയാണേലും രാജ 6 അടക്കമുള്ള 2-3 ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇറങ്ങി വന്നു. അങ്ങനെയാണ് എൻ്റെ സൈഡിൽ നിന്നും വലിയൊരു അറ്റാക്ക് പോലെ ആ വീഡിയോ വരുന്നത്. ഇവരോടുള്ള ബോണ്ട് ആ ടൈമിൽ ഞാൻ ആലോചിച്ചില്ലായിരുന്നു. ആകെ ആ പയ്യന്റെ ചിന്തകളായിരുന്നു. ആ വീഡിയോയ്ക്ക് ശേഷം ഒരു 1000 കാരണങ്ങൾ വേറെയും ഞാൻ അറിഞ്ഞു. കുറേ പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കി. എന്താണേലും സീനില്ല, ഇനിയൊരു തിരിച്ചു വരവ് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള മൈൻഡിൽ ഇരിക്കുന്ന ടൈമിലാണ് സ്വയം സാമ്പ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ടീം എന്നെ കാണാൻ വന്നു. നിർബന്ധിച്ച് ടിക്കറ്റ് വലിച്ച് അവരെ DCയിൽ ഒരു ഇഷ്യൂ മേക്ക് ചെയ്തു. ടിക്കറ്റിൽ ഒരു 40ഓളം ആൾക്കാരുടെ പ്രശ്നങ്ങൾ എടുത്തു തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ആക്ഷനും അവരെടുത്തിട്ടില്ല. ഇത്ര വലിയ സീൻ നടക്കുന്നുണ്ടെന്ന് അറിയാവുന്ന ഈ പേട്ട് പിള്ളേർക്ക് ആക്ഷൻ എടുക്കാൻ അറിഞ്ഞൂടാ. സെർവറിന്റെ കാര്യം മാത്രമല്ല, അതിൽ കളിക്കുന്ന എല്ലാവരുടെയും പ്രശ്നങ്ങൾ നോക്കണം മിസ്റ്റർ. പിന്നെ കാണാൻ വേണ്ടിയാണോ ഈ കമ്മ്യൂണിറ്റി കൊണ്ടുവച്ചേക്കുന്നത്? ഇതൊക്കെ ഹെൽവിക് എന്ന യൂട്യൂബറിനെ ഞാൻ അറിയിച്ചു. എൻ്റെ OC ഫ്രണ്ടും കൂടിയാണ് അവൻ. നടക്കുന്നതൊക്കെ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് ശരിയുള്ളത് മനസ്സിലാക്കി അവൻ അബുദാബിയിൽ നിന്നും അവൻ്റെ സമയവും കളഞ്ഞ ആ കൊച്ചു പയ്യൻ്റെ പ്രശ്നം ആവർത്തിക്കാതിരിക്കാൻ ഒരു അംഗമായി എൻ്റെ കൂടെ കൂടി. അവൻ മൂലം ഉണ്ടാക്കപ്പെട്ട പോസ്റ്ററാണ് ഇന്ന് പല സെർവറുകളുടെയും ഇൻസ്റ്റഗ്രാമിൽ ഓടുന്നത്. അതിലെ താഴെയുള്ള സാമ്പ് ജനക്കൂട്ടം എന്ന പേരും കണ്ട് കുരുപൊട്ടിയവന്മാരാണെങ്കിൽ അതും പൊക്കിപ്പിടിച്ച് ഞാൻ ഇവർക്ക് നേരെ പോകുവാണെന്ന് സ്വയം തിങ്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നേരെ വന്നു. എന്നിട്ട് ഇവന്മാർ തന്നെ ഓരോ കാരണങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വേറെ ഒരു സെർവർ കൊണ്ടുവരാൻ പോവാണ്, അതാണ് എല്ലാത്തിനെയും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കുറേ തിങ്സ്. ഒറ്റ കാര്യം പറയണുള്ളൂ, ടിക്കറ്റും വലിച്ച് ഇവിടെ ഉള്ള നാട്ടുകാരുടെ പ്രശ്നം മൊത്തം ചോദിച്ചു തന്ന എനിക്ക് ഇതുവരെയായിട്ട് ഒരു ആക്ഷനും അവരെടുത്തിട്ടില്ല. പിന്നെ എന്ത് മാങ്ങ ഉണ്ടാക്കാണ് ഇവന്മാരുടെയൊക്കെ പേര് ആ പോസ്റ്ററിനകത്ത് വെക്കേണ്ടത്? ഇവരുടെ വിചാരം എന്താ ഇവന്മാരാണ് കേരളത്തിൽ സാമ്പ് കൊണ്ടുവന്നതെന്നാണോ? എന്നിട്ട് ലാസ്റ്റ് NGRP ഈ കീടങ്ങളെ മൈൻഡ് ആക്കാത്ത പേരിൽ അവർ കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി. ഇതിനെയാണ് സെൽഫിഷ് എന്ന് പറയുന്നത്. 100 കൂട്ടം സീൻ ഉണ്ടായിട്ട് ഇവന്മാർക്കൊരു സീൻ വരുമ്പോഴായിരുന്നു ഇവന്മാർ ആക്ഷൻ എടുത്ത് വിട്ടത്. പിന്നെ എന്ത് കാര്യത്തിനാണ് ഇവന്മാരെ താങ്ങി നിൽക്കണം? അവിടെ നൈറ്റ് OC അക്കൗണ്ടിൽ നിന്നും വന്ന് ജനറൽ ചാറ്റിൽ മെസ്സ് കാണിച്ച് ട്രാഷ് ടാക്ക് അടിച്ച് ബാനും വാങ്ങി ഫേക്ക് അക്കൗണ്ടിൽ നിന്നും വന്ന ചെണ്ടകളാണ് ഇവന്മാർ. അതുമൂലം ഉണ്ടായ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ള 2ാമത്തെ വീഡിയോ. ഇവന്മാരെ കൊണ്ട് ഒരു ഗുരുവും പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ലീഗലി മൂവ് ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ അമ്മയുടെ ഫ്രണ്ടിന്റെ അനിയത്തി തിരുവനന്തപുരത്ത് ഒരു അഡ്വക്കേറ്റ് ആണ്. അവരുടെ സഹായം മൂലം ഞാൻ ഇതിന്റെ ലീഗൽ വശങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഇവർ എല്ലാവരും അപകടത്തിലാണെന്ന കാര്യം ഞാൻ പല വഴി ഇവരെല്ലാവരും അറിയിക്കാൻ ശ്രമിച്ചു. ഒരു കിണ്ടി നടക്കില്ല എന്ന ഓവർ കോൺഫിഡൻസിലാണ് ഇവർ. എന്ത് കാര്യത്തിനാണ്? ഫൈനലി വീഡിയോ വഴി കളക്ട് ചെയ്ത പ്രൂഫൊക്കെ കൂട്ടിക്കെട്ടി ഒരു 9ഓളം കേസ് സാമ്പ് കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള സെർവറുകളുടെ പേരിൽ കേസുമായി ഞാൻ കൺസ്യൂമറിലെത്തി. കൺസ്യൂമറിൽ ഈ കേസ് നിൽക്കില്ല. സൈബർ ക്രൈംസ് കൂടുതൽ ഉള്ളത് കൊണ്ടും ഫ്രോഡ് പരിപാടി ആയതുകൊണ്ടും ഫസ്റ്റ് പ്രിയോറിറ്റി മലപ്പുറം സൈബർ സെല്ലിനായിരുന്നു. അത് അവരെന്നോട് പറഞ്ഞു. ചില പൊട്ടന്മാരാണെങ്കിൽ ഇതൊക്കെ ഫേക്ക് ആണെന്നും പറഞ്ഞ് ഓരോ വീഡിയോ ഇട്ട് റീച്ച് കൂട്ടാൻ നോക്കുന്നുണ്ട്. വല്ല പണിക്കും പൊക്കൂടെ? ഇവിടെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഇവിടെ കഥ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കല്ല പ്രവർത്തിക്കുന്നത്, അത് ഓർക്കണം. ആ ബ്രോയോടാണ്. കൺസ്യൂമറിൽ കേസ് എടുക്കണമെങ്കിൽ പ്രശ്നക്കാരൻ്റെ അഡ്രസ്സ് വേണം. അത്
കിട്ടാനായിട്ട് അവരുടെ പ്രസൻസിൽ തന്നെ സൈബർ സെല്ലിന് വെരിഫിക്കേഷന് വേണ്ടി പറഞ്ഞു വിടും. ഇതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഈ കൊച്ചിറക്കനോടൊക്കെ എന്താ പറയണ്ടേ? സൈബർ വെരിഫിക്കേഷനിൽ അവരുടെ കറക്റ്റ് അഡ്രസ്സ് അവരെ വിളിച്ച് തന്നെ ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവർ തരുന്ന കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറും. ഇവരുടെ വിചാരം പീഡിക്ക് മാത്രമേ എല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. ഇതുപോലുള്ള കേസൊക്കെ അവർക്ക് അന്വേഷിക്കാൻ പറ്റില്ല. പീഡി മെയിനായിട്ട് ഒതുക്കി തീർക്കാനൊക്കെയാണ് ശ്രമിക്കുക. അവരുടെ സ്റ്റേഷൻ പരിധിയിലുള്ള കേസൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ക്രൈംബ്രാഞ്ചിന് സൈബറിൽ നിന്ന് കിട്ടുന്ന ഫയൽ പ്രസന്റ് ആക്കിയാൽ അടുത്ത ദിവസം തന്നെ ആ അഡ്രസ്സിൽ പീഡി കാണും. ഓൺലൈനായിട്ടൊന്നും ആയിരിക്കില്ല അവർ അന്വേഷിക്കുക. ചെറിയ ഹിന്റ് മൂലം മീഡിയ ടീം, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത്. ഇതൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാകും. എന്നാൽ NGRP സൈഡ് പടയപ്പോൾ പലവട്ടം പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് വാട്സപ്പ് വഴി എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിട്ടു. എല്ലാവരുടെയും POV നോക്കുന്ന ഞാൻ എന്തുകൊണ്ട് അവരുടെ POV നോക്കിയില്ല എന്ന് എനിക്കൊരു തോട്ട് വന്നു. ഞാൻ എല്ലാവരെയും നശിപ്പിക്കാനല്ല നോക്കുന്നത്, സേവ് ചെയ്യാനാണ്. കൺസ്യൂമറിൽ കേസ് കൊടുത്ത് തിരിച്ച് ബസ്സിൽ പോകുമ്പോഴാണ് ഞാൻ തന്നെ പലതും ആലോചിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ മനുഷ്യന്മാരാണ് NGRPയിലുള്ള ഓരോരുത്തരും. സത്യത്തിൽ ബിഗ് ബിയുടെ ഒക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നെ പേടിച്ചുകൊണ്ട് കുറേ നാളായി ഒന്ന് നേരെ ഫുഡ് കഴിച്ചിട്ട്. അവർക്ക് മനസ്സ് വരത്തില്ല. ഈ ഒരു പ്രശ്നമൊക്കെ കാരണം സമാധാനത്തോടുകൂടി ഒന്ന് ഉറങ്ങാൻ പോലും അവരെ കൊണ്ട് പറ്റി കാണത്തില്ല. അവർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയത്തില്ലായിരുന്നു. നിങ്ങളാണ് അവരുടെ സ്ഥാനത്തെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സ്ട്രഗിൾ ചെയ്ത് കാണും. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട വീഡിയോയിലെ കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നതായിരുന്നു. കമ്മ്യൂണിറ്റിയോടുള്ള ദേഷ്യം കാരണം എല്ലാവർക്കും ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് ശരിയല്ലടാ. നമ്മളെപ്പോലെയൊക്കെ അവർക്കും ഉണ്ടാ കുടുംബവും കൂട്ടുകാരും ഒക്കെ. ഒരു മൂന്നാമത്തെ വീഡിയോ കിട്ടുന്ന ഹൈപ്പിന് വേണ്ടി എനിക്ക് ഈ ഒരു ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പല സെർവറിലും ഈ പ്രശ്നം അവർക്കെതിരെ വരരുതെന്നും പറഞ്ഞ് എൻ്റെ VCയിലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് കേസാക്കിയാൽ അവരടക്കം ജയിലിൽ പോകും. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനകത്ത് ഡയറക്റ്റ് പ്രതി അല്ലാത്തത് കൊണ്ട് പൈസ നഷ്ടപ്പെട്ടവരുടെ വീട്ടിൽ പോയൊരു അന്വേഷണം ഉണ്ടാവും. ഈ കാര്യം എന്നെ വല്ലാതെ അലട്ടി. കാര്യം എന്നെ വിശ്വസിച്ചാണ് അവരെനിക്ക് ആ പ്രൂഫൊക്കെ ഇട്ട് തന്നത്. അൺറേജഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ ഞാൻ മൂലം പ്രശ്നങ്ങൾ വരുമെന്ന് എനിക്ക് മനസ്സിലായി. സൂയിസൈഡ് ചെയ്യാൻ പോയ ആ കുട്ടിക്ക് വേണ്ടി തുടങ്ങിയ ഈ ഒരു പോരാട്ടം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിനകത്ത് കളിക്കുന്ന പലരും കുട്ടികളാണ്. പോരാത്തതിന് ഒരു സമൂഹം തന്നെ നമ്മളെല്ലാവരെയും മാറ്റി നിർത്തും. ന്യൂസിലൊക്കെ നമ്മുടെ ഓരോരുത്തരെയും ഫോട്ടോ ഒക്കെ കാണിക്കുമ്പോൾ അതെനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണെന്ന്. എല്ലാവർക്കും ഒരു എക്സ്ട്രാ അല്ലേ ഉള്ളൂ. എല്ലാവരുടെയും സൊല്യൂഷൻ ഞാനാണെന്ന് എനിക്ക് മനസ്സിലായി. ആ നിമിഷം എൻ്റെ കയ്യിലായിരുന്നു ഇവിടെ ഉള്ള ഓരോരുത്തരും. ഇന്റർവ്യൂ ടേക്കേഴ്സിന് വരെ പ്രശ്നമുണ്ടടാ. ഇതൊക്കെ പറഞ്ഞ ആർക്കും മനസ്സിലാവത്തില്ല. ഇതുവഴിയാണ് ഞാൻ NGRPയിലുള്ള ഒരു ബ്രോയെ കോൺടാക്ട് ചെയ്യുന്നത്. താഴ്മയും സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും എന്നോട് പുള്ളി നല്ല രീതിക്ക് സംസാരിച്ചു. ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്നെ VC വന്ന് കോൺടാക്ട് ചെയ്ത പല സെർവറുകാരുടെയും ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സൈഡിൽ നിന്നും പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള വഴികൾ സെറ്റാക്കി. ഒടുവിൽ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോയിലുള്ള ഡിമാൻഡ് മൊത്തം ഇവർ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി ഒരുങ്ങി വന്നു. ഞാൻ പറഞ്ഞ 40ഓളമുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവരുണ്ടായി. ഇക്വാലിറ്റി എൻ്റെ ആവുന്ന സെർവറായി മാറി. കാര്യമായിട്ട് അഡ്മിൻ സൈഡ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒരു സിറ്റിസൺ മീറ്റിംഗിൽ തെറ്റ് ചെയ്ത അഡ്മിൻ സോറി പറയുന്നതായിരിക്കും അവരോട്. PG എന്ന പരിപാടി എവിടെയെങ്കിലും സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനടി ആക്ഷൻ എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബാൻ ആയവരെയും ഓർത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു മാസീവ് അൺബാൻ പ്രതീക്ഷിക്കാം. മറ്റ് പലരും കമ്മ്യൂണിറ്റി എന്ന പേരിൽ ഡൊണേഷൻ ഒഴിവാക്കില്ല എന്നും എതിർത്ത് ലൈവും മീറ്റിംഗും ഒക്കെ വെച്ച് റീച്ച് കൂട്ടി നടന്നിട്ട് ഗവൺമെന്റിനെ എതിർത്ത് നിന്ന ഇവന്മാരോടുള്ള റിവഞ്ചൊക്കെ എന്നേ കഴിഞ്ഞു. അതിനുള്ള ഉത്തരവാണ് ഇന്നത്തെ NGRP. മേജർ അപ്ഡേറ്റ്സിന്റെ ഭാഗമായി പല ടോക്സിക്കായ കണ്ടന്റ്സും നെയിം ചേഞ്ചും ഒക്കെ കാണും. ഒന്നും ഞാനായിട്ട് പുറത്ത് വിടുന്നില്ല. ഈ കമ്മ്യൂണിറ്റി എന്നും പറഞ്ഞ് നടക്കുന്നവർ നാണിക്കേണ്ട സമയമാണിത്. ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടിക്കൊണ്ടിരുന്ന സെർവറാണ് ഇപ്പോൾ മാറി ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ ചേഞ്ച് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാളെ ഒരു ദിവസം നാട്ടുകാർ നിന്നെയൊക്കെ ഓടിച്ചിട്ടടിക്കും. ഇതുമൂലം അഡ്വക്കേറ്റിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ഈ കേസ് എൻ്റെ ഇഷ്ടപ്രകാരം പിൻവലിച്ചു. ഡൊണേഷൻ ഫ്രീ സെർവർ ചെറിയൊരു അപ്ഡേറ്റ് ആയിട്ട് മാത്രം ആരും കാണരുത്. നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കിയത് അവരുടെ തീരുമാനം കൊണ്ട് മാത്രമാണ്. അതിപ്പോഴും ഓർക്കണം. ലല്ലുകൂടെ എന്ന് ചതിച്ചു എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോഴും പറ്റുമെങ്കിൽ നിങ്ങൾക്കത് പറയാം. എല്ലാ സെർവറും മാറണ്ടേ എന്നുള്ള ചോദ്യത്തിനുള്ള എൻ്റെ മറുപടി, അതിനുവേണ്ടി ഓരോ മീറ്റിംഗും വെച്ച് ഞാൻ ഓരോന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാണ്. അവരുടെ സെർവറിൽ കളിക്കുന്നവർക്ക് പ്രശ്നമില്ലെന്നാണ് അവർ പറഞ്ഞ മറുപടി. സത്യത്തിൽ ഇപ്പോഴും ഇവർക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഒന്നും മനസ്സിലായിട്ടില്ല. അവിടെ കളിക്കുന്നവർക്ക് പ്രശ്നമില്ലെന്നാണ് അവരുടെ വാദം. സോ എന്നെ കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. കൂടുതൽ വർത്താനത്തിലാണെങ്കിൽ ഒരു ഡൊണേഷൻ ഇല്ലാത്ത സെർവർ എന്നോട് ഒരു 2 വർഷം നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി നാളെ അതും സംഭവിച്ചേക്കാം. ഞാൻ കേസ് പിൻവലിച്ചു എന്ന് എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ആക്ഷൻ വഴി ഞാൻ അറിയിച്ചപ്പോഴത്തേക്കും കമ്മ്യൂണിറ്റിയിലുള്ളവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസ്. നീ ഇങ്ങനെ നല്ല മെസ്സ് കാണിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടോക്സിക്. പിന്നെ ജനറൽ ചാനലിൽ ഒരു വലിയ ഡയലോഗ്, ഒരു മാസ് ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നീ സാമ്പ് കളിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന്. പൊന്നോ, ഇതിനൊന്നും പേടിപ്പിക്കില്ല അണ്ണ.
ഇതിന് വേണ്ടിയൊക്കെ സംസാരിച്ച് കഷ്ടപ്പെട്ട് കൂടെ നിന്ന് ഞങ്ങളുടെ സമയം കളഞ്ഞ് ഞങ്ങൾക്കാണെങ്കിൽ കിട്ടിയ റിസൾട്ട് സെർവർ ബാൻ ആയിരുന്നു. അതായത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഞങ്ങളെ ബാൻ ആക്കി, എന്നെയും പാർത്ഥിബനെയും, അതായത് ഹെൽവിക്കിന്. ഇനി വേറെ എന്തെങ്കിലും സമ്മാനം ഉണ്ടെങ്കിൽ എൻ്റെ നെഞ്ചത്തോട്ടെടുത്ത് വെക്കി. എന്നെ വിറ്റ് റീച്ച് ഉണ്ടാക്കിയൊന്നും മതിയായില്ലെങ്കിൽ എൻ്റെ മടി കിറങ്ങിയിരിക്കും. എൻ്റെ ഒരു അറിവിൽ ഇപ്പോൾ തന്നെ ഒരു 4-5 സെർവർ ഉണ്ട് ഡൊണേഷൻ ഇല്ലാണ്ട്. ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഡൊണേഷൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സെർവർ, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ ഒരു സെർവർ അവിടെ നിന്ന് ഡൊണേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ പൈസ തിരിച്ചു കൊടുത്ത് ഇപ്പോൾ അവിടെ ഡൊണേഷൻ ഇല്ല. എടാ, ഇതിൽ കൂടുതൽ അല്ലു ഇനിയൊന്നും ചെയ്യുന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കരുത്. കാര്യം ആ കമ്മ്യൂണിറ്റികളിൽ ഇരിക്കുന്ന സെർവറിൽ കളിക്കുന്ന നിങ്ങളാണ് ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇത്രയൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഒരു എസ്രായലിൽ മാത്രമേ ഇതൊക്കെ ചോദിക്കാൻ വന്നിട്ടുള്ളൂ എങ്കിൽ നാളെ ഒരു 100 എസ്രായലിലും ഇതൊക്കെ ചോദിക്കാൻ വരും. അന്ന് നീയൊക്കെ എന്ത് ചെയ്യും?